ജീവനുണ്ടോ ഇല്ലല്ലോ കടിക്കോ ഇതാണ് റെഡ് പപ്ലായി അല്ലേ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ് തൊട്ട് നമ്മൾ കുട്ടനാട് വരെ പോവുകയാണ്. ചെറിയൊരു ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ വരെയുള്ള പോകുന്ന കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ ആദിലുണ്ട്, മാസ്റ്റർ പീസിൽ ആദിലുണ്ട്, അതുപോലെ ഉള്ളിലായിട്ട് നിസാർ ഭായി, ധനുഷ് ഭായി, റംഷാദ് ഭായി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന ഇടയിൽ ഭക്ഷണങ്ങൾ, ഫുഡ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എങ്ങനെയുണ്ട് യാത്ര ഒക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. പോകുന്ന വഴികളിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ ബോട്ടുകൾ കാണാം, അതുപോലെ തന്നെ വലിയ ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ മുകളിൽ കാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ബോട്ട്, നല്ലൊരു ഹൗസ് ബോട്ട് തന്നെ ആയിരുന്നു. അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴികളിൽ ഒരുപാട് ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ കുട്ടനാട് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആരാധന എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഹോട്ടലിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ എന്തൊക്കെ ഫുഡാണ് സ്പെഷ്യൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നമുക്ക് വേണ്ട ഫിഷുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് കൊഞ്ചല്ല ചേട്ടാ, ഇത് കൊഞ്ച്. ഇവിടെ ഉണ്ട് ഒരുപാട് ഫിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് ഫിഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ എന്താ സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കൊഞ്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫിഷ് ഉണ്ട്. ആ കൊഞ്ചൊന്നും എടുത്ത് കാണിച്ചു കൊടുത്തേ. ജീവനുണ്ടോ ഇല്ലല്ലോ? ക്യാമറ കാണില്ല. ഇവിടെ ഇതാണ് കൊഞ്ച്. ജീവനുണ്ടോ ഇല്ലല്ലോ? കടിക്കോ? അപ്പോൾ പുറത്ത് കഴിക്കുന്ന 650 രൂപ ചെയ്ത് തരുന്നത്. 7 പീസ്. ഇവിടെ 7 പീസിന് 650 രൂപയാണ് റേറ്റ് വരുന്നത്. 7 പീസ് ആണെന്നുണ്ടെങ്കിൽ 650 രൂപ. പിന്നെ മറ്റേതെന്താ, ഇതെന്താ സാധനം? എന്താണ്? റെഡ് പപ്ലായി. ഇതാണ് റെഡ് പപ്ലായി അല്ലേ? ഇതിനെങ്ങനെ റേറ്റ് വരുന്നത് ഏടാ? 700 രൂപ കിലോന്. അതോ ഒറ്റ ഒന്ന്? ഒരൊറ്റ പീസിന് നിങ്ങൾക്ക് 700 രൂപ. ഇത് ഫ്രൈ ചെയ്തിട്ട് തരും. എനിക്ക് വേറൊരു സംഭവം കാണാവുന്നതാണ്. ഇവിടെ ഉണ്ടല്ലേ നല്ല വൃത്തിയുള്ള പരുന്ത്. കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമ്മളപ്പോൾ 5 കൊഞ്ചാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ചേച്ചി അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഈർക്കിളിൽ ചെയ്യാണ് ചെയ്യുന്നത്. ചേച്ചിയാണെന്ന് കാണിച്ചു കൊടുത്തത്. ഇതാണ് നമ്മളെ സ്പെഷ്യൽ ചേച്ചി കണ്ടല്ലോ. ഓക്കെ, ഇത് ഇനി എന്താ ചെയ്യുന്നത്? മസാല പുരട്ടി ഇപ്പോൾ
അപ്പോൾ നമ്മുടെ കൊഞ്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടേ, നന്നായിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുട്ട, കാശ്മീരി, സാധാ മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, ഗരം മസാല, ശകലം മല്ലിപ്പൊടി. ഓക്കെ, അത് നിങ്ങളുടെ സ്പെഷ്യലാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കൊഞ്ചും കാര്യങ്ങളും ഇവിടുന്ന് ഊണൊക്കെ കഴിച്ച് വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ആലപ്പുഴയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുട്ടനാട് ഏരിയയിലേക്ക് നിങ്ങൾ ബോട്ട് പിടിച്ചിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യുക. കാരണം നമ്മൾ പുറത്ത് കാര്യങ്ങളൊന്നും കിട്ടാത്ത ടൈപ്പ് ഫുഡുകൾ നമുക്ക് ഇവിടെ ലഭിക്കും, ഈ ഉള്ളേരിയകൾ കിട്ടും. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് കുട്ടനാടിൻ്റെ ഉള്ളേരിയകളിൽ സാധാ തോട് പോലെയുള്ള ഉള്ളേരിയയിലേക്കാണ് നമ്മൾ ബോട്ടിൽ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമ്മുടെ റംഷാദ് ഭായി ആയി സാഹസികമായിട്ട് ഒരു പരുന്തിനെ പിടിച്ചിരിക്കുകയാണ്. ഇതില്ലേ, ഇത് കടിക്കുമോ? ഇല്ലല്ലോ. ക്വാളിറ്റി ഇല്ല കേട്ടോ വീഡിയോക്ക്. അപ്പോൾ ഇവിടെ വന്നാൽ ഇതുപോലെ കയ്യിലൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംഭവം? റംഷാദ് ഭായ്, എങ്ങനെയുണ്ട് നമ്മളെ ഇന്നത്തെ ബോട്ടിംഗ്? കിടിലം ഉഷാറായില്ലേ? ഇന്നലെ ഇന്നൊക്കെ ഉഷാറായിട്ടുണ്ട്. മാക്സിമം ഉള്ള ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക അല്ലേ? അതെ. ഇവിടെ നല്ല എന്താ പറയുക, ആരും പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ ഇവിടെ ലോക്കലായിട്ട് നമുക്ക് നാടൻ ഭക്ഷണങ്ങൾ, ഇപ്പോൾ കപ്പ, മീൻകറി, അതുപോലെ ലൈവായിട്ട് സാധനം എടുത്തിട്ട് ഫിഷ് എടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത്. അപ്പോൾ എല്ലാവരും ഉള്ള ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള ബോട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉള്ള ഏരിയ, കുട്ടനാടിൻ്റെ ഉള്ള ഏരിയ അവർ എക്സ്പ്ലോർ ചെയ്ത് കാണും. അപ്പോൾ ഇന്നത്തെ ബോട്ട് യാത്ര തീർന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇനി നാട്ടിലേക്ക് ഇരിക്കുകയാണ്. ഈ ചേട്ടനായിരുന്നു നമ്മൾ. ചേട്ടൻ്റെ പേരുന്ന ഷൺമുഖൻ. അപ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ കാണാം. ഓക്കെ, ശരി.
അപ്പോൾ ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല യാത്രയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റി, നിങ്ങൾക്ക് വിഷ്വൽസിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ആലപ്പുഴ വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.